ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്. എനിക്ക് തോന്നുന്നു ന്യൂ യൂട്യൂബേഴ്സിനായിരിക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയങ്ങൾ ഉണ്ടാവുക. നമ്മൾ പറയുന്നത് വാച്ച് ടൈമിനെ കുറിച്ചാണ്. ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം, ന്യൂ യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം അവരേറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് മോണിറ്റൈസേഷൻ ആക്കിയെടുക്കാൻ 1000 സബ്സ്ക്രൈബേഴ്സിനോട് കൂടെ 4000 വാച്ച് ടൈം ലാസ്റ്റ് 365 ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഒരു പക്ഷേ അതിന് വേണ്ടിയിട്ട് അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയണമെന്നില്ല. പല കാരണങ്ങൾ കൊണ്ടാണ്. ചിലർക്ക് വളരെ വേഗത്തിൽ കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. എന്തായാലും മിക്ക ന്യൂ യൂട്യൂബേഴ്സും നേരിടുന്നൊരു പ്രശ്നം വാച്ച് ടൈം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെ വേഗത്തിൽ വാച്ച് ടൈം നേടാം, 4000 വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതല്ല, മറിച്ച് നമുക്ക് കിട്ടിയ വാച്ച് ടൈം യൂട്യൂബിൽ കുറഞ്ഞു കാണുന്നു. നമുക്ക് കിട്ടിയ വ്യൂസിനനുസരിച്ചിട്ടുള്ള വാച്ച് ടൈം യൂട്യൂബിൽ കാണിക്കുന്നില്ല. മാത്രമല്ല കിട്ടിയ വാച്ച് ടൈം ഓരോ ദിവസം നോക്കുന്നതോറും കുറയുന്നുമുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മളോട് ഒരു സംശയങ്ങൾ ചോദിക്കാറുണ്ട്, കൺഫ്യൂഷൻ ഉണ്ടായിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മുടെ യൂട്യൂബിലെ വാച്ച് ടൈം കുറയാൻ കാരണം, എന്തുകൊണ്ട് കുറയുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ വാച്ച് ടൈം, മോണിറ്റൈസേഷന് വേണ്ടിയിട്ടുള്ള പബ്ലിക് വാച്ച് ടൈം നമ്മൾ എവിടെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ന്യൂ യൂട്യൂബേഴ്സിന് അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. പലരും യൂട്യൂബ് സ്റ്റുഡിയോ ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ വാച്ച് ടൈം കാണാം, അതാണ് എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. ചിലർ അനലിറ്റിക്സിൽ പോയിട്ട് അത് ലാസ്റ്റ് 28 ഡേയ്സിലെയാണ് കാണിക്കുക. അതവിടെ പോയിട്ട് ലാസ്റ്റ് 365 ഡേയ്സിലെ എടുത്ത് നോക്കുമ്പോൾ അവിടെ ഒരു വാച്ച് ടൈം കാണും. അപ്പോൾ അതാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. ആക്ച്വലി നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടി നമ്മൾ നോക്കേണ്ടത് യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത ശേഷം ഏൺ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെയാണ് നിങ്ങളുടെ മോണിറ്റൈസേഷന് വേണ്ടിയിട്ടുള്ള പബ്ലിക് വാച്ച് ടൈം നിങ്ങൾക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കാണുന്ന വാച്ച് ടൈമാണ് നിങ്ങളുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിലേക്ക് യൂട്യൂബ് കണക്കാക്കുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ചെക്ക് ചെയ്യുന്ന വാച്ച് ടൈം മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിലെ യഥാർത്ഥ കണക്കല്ല, പബ്ലിക് വാച്ച് ടൈമല്ല. അത് ഒരുപക്ഷെ ലാസ്റ്റ് 28 ഡേയ്സിലെ ആയിരിക്കും. അതല്ലെങ്കിൽ പല തരം കണ്ടൻറ്റുകളുടെ മിക്സഡ് ആയിട്ടുള്ള വാച്ച് ടൈം ആയിരിക്കും. കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് ലാസ്റ്റ് 365 ഡേയ്സിലായിരിക്കില്ല. ഷോർട്സ് ഫീഡിൽ നിന്നൊക്കെ കിട്ടിയ വാച്ച് ടൈമൊക്കെ അതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വാച്ച് ടൈം ചെക്ക് ചെയ്യേണ്ടത് ഏൺ എന്നുള്ള ഭാഗത്ത്, യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് ഏൺ എന്നുള്ള ഭാഗത്ത് ഈ ഒരു പ്ലേസിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാധാരണ ഒരുപക്ഷെ നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ ഒക്കെ ഓപ്പൺ ചെയ്ത് ഏൺ എന്നുള്ള ഭാഗത്ത് തന്നെ പോയിട്ട് വാച്ച് ടൈം ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ടാകും. പക്ഷേ ഇന്ന് കണ്ട വാച്ച് ടൈം നമ്മൾ നാളെ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കുറഞ്ഞു കാണുന്നുണ്ടാകും. എല്ലാം കറക്റ്റായിട്ടുള്ള പ്ലേസിൽ തന്നെ നമ്മൾ നോക്കുന്നു പബ്ലിക് വാച്ച് ടൈം, പക്ഷേ അവിടെ കുറഞ്ഞു വരുന്നു. അതെന്തുകൊണ്ട്? അത് പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാറുണ്ട്. ആദ്യത്തെ ഒരു കാരണം, നിങ്ങളൊരു ക്രിയേറ്ററാണ്, നിങ്ങൾ ചാനൽ തുടങ്ങിക്കഴിഞ്ഞ് 1 വർഷം കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാച്ച് ടൈം കുറയാൻ ചാൻസ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ചാനലിൻ്റെ ലാസ്റ്റ് 365 ഡേയ്സിലെ വാച്ച് ടൈം മാത്രമാണ് നമ്മളത് കണക്കാക്കുക. അപ്പോൾ ഞാനൊരു ചാനൽ തുടങ്ങി 365 ദിവസം വരെ എല്ലാ വാച്ച് ടൈമും കറക്റ്റായിരിക്കും. 366ാമത്തെ ദിവസം ആദ്യത്തെ നമ്മൾ ചാനൽ തുടങ്ങിയ ഫസ്റ്റ് ദിവസത്തെ വാച്ച് ടൈം മൈനസ് ആകും. പകരം 366ാമത്തെ ദിവസം നമുക്ക് എത്ര വ്യൂസ് വന്നു അതിൻ്റെ വാച്ച് ടൈം ആഡ് ആകും. 367ാമത്തെ ദിവസം ആ 7ാമത്തെ ദിവസത്തെ ആഡ് ആകുമ്പോൾ നമ്മുടെ ഫസ്റ്റ് 2 ദിവസത്തേത് മൈനസ് ആകും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എപ്പോഴും ലൈവായിട്ട് പിറകിലേക്ക് 365 ദിവസത്തെ മാത്രമാണ് അവിടെ വാച്ച് ടൈം കാണിക്കുകയുള്ളൂ, യൂട്യൂബ് കണക്കാക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ചാനൽ തുടങ്ങി 12 മാസം എന്നുള്ളത് നമ്മൾ ചാനൽ തുടങ്ങി 13 മാസമായി കഴിഞ്ഞാൽ ലാസ്റ്റ് 12 മാസത്തേത് എടുക്കും. ചാനൽ തുടങ്ങിയ സമയത്തെ 1 മാസത്തേത് യൂട്യൂബ് വാച്ച് ടൈം മൈനസ് ചെയ്യും, നമ്മുടെ 13ാമത്തെ ആ 1 മാസത്തേത് ആഡ് ചെയ്യും. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ പലർക്കും സംശയം ഉണ്ടാകും, ചില ചാനലുകളിൽ മാത്രമാണ് കുറയുക, മറ്റ് ചില ചാനലുകൾ, നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഒക്കെ ചാനൽ ചെക്ക് ചെയ്യുമ്പോൾ ഒരു പക്ഷേ കുറയുന്നുണ്ടാകില്ല. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഈ ഒരു സമയത്ത് നല്ല വ്യൂസ് വരുന്നുണ്ടാകും. പക്ഷേ ഈ മൈനസ് ആകുന്നത് പഴയ ആ ഒരു ചാനൽ തുടങ്ങിയ സമയത്തെ വാച്ച് ടൈം ആയിരിക്കും. അന്ന് വ്യൂസ് കുറവായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അന്ന് കുറയുന്നത് വളരെ കുറഞ്ഞ വാച്ച് ടൈമും ആഡ് ആകുന്നത് കൂടുതലും ഉണ്ടാകും. അതല്ലെങ്കിൽ നിങ്ങളെ കേസിൽ തിരിച്ചും വരാം, കുറയുന്ന
അന്ന് നമ്മൾ യൂട്യൂബ് മൈനസ് ചെയ്യുന്ന ആ ദിവസം കൂടുതൽ വ്യൂസ് കിട്ടിയ ദിവസമായിരിക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ആഡ് ആകുന്നത് കുറഞ്ഞ വ്യൂസ് ഉള്ളെങ്കിൽ അതിൻ്റെ ഡിഫറൻറ്റ് നിങ്ങളുടെ വാച്ച് ടൈമിൽ കുറയുന്നതാണ്. ഇപ്പോൾ നമുക്ക് ആദ്യത്തെ കാരണം മനസ്സിലായി. ചാനൽ തുടങ്ങി കഴിഞ്ഞ് 365 ദിവസം കഴിഞ്ഞാൽ 366ാമത്തെ ദിവസം എടുക്കുമ്പോൾ പഴയതൊക്കെ മൈനസ് ആകും, പുതിയത് ആഡ് ആകും എന്നുള്ളത് മനസ്സിലായി. ഇനി രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ചില വീഡിയോസിൽ നമുക്ക് കോപ്പിറൈറ്റ് ഒക്കെ കാണും, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കണ്ടാൽ, എഡിറ്റ് ചെയ്തതിലൊക്കെ പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു വീഡിയോ പ്രൈവറ്റ് ആക്കും. നല്ല വ്യൂസ് വന്ന വീഡിയോ ആയിരിക്കും, വ്യൂസ് കൂടിയോ കുറഞ്ഞോ എന്തായാലും നമ്മളത് പ്രൈവറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള വാച്ച് ടൈം യൂട്യൂബ് കുറക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു എത്രയാണോ അതിൽ നിന്ന് കിട്ടിയ വാച്ച് ടൈം അത് അവിടെ പബ്ലിക് വാച്ച് ടൈം നിങ്ങൾ ചെയ്യണമെന്നുള്ള ഭാഗത്ത് നോക്കുമ്പോൾ കുറഞ്ഞ് കാണിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പ്രൈവറ്റ് ആക്കി വെച്ചാൽ മാത്രമല്ല നമ്മുടെ വാച്ച് ടൈം കുറയുന്നത്. ഇതേ റൂള് തന്നെയാണ് നിങ്ങൾ ആ ഒരു വീഡിയോ അൺലിസ്റ്റഡ് ആക്കി വെച്ചാലും അതല്ലെങ്കിൽ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്താലും. പലരും അവരുടെ ചാനലിൽ ചില വീഡിയോസൊക്കെ കോപ്പിറൈറ്റ് കണ്ടു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാറുണ്ട്. അപ്പോഴായിരിക്കും പിന്നെ അവർക്ക് ആ ഡിലീറ്റ് ചെയ്തത് ഓർമ്മ ഉണ്ടാവില്ല. പക്ഷേ വാച്ച് ടൈം അവർ ഡെയിലി ചെക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് കുറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത്, നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ ഏതെങ്കിലും വീഡിയോസ് ഡിലീറ്റ് ചെയ്യുകയോ അൺലിസ്റ്റഡ് ആക്കുകയോ പ്രൈവറ്റ് ആക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാച്ച് ടൈം യൂട്യൂബിൻ്റെ പബ്ലിക് വാച്ച് ടൈമിൽ നിന്ന് കുറയുന്നതാണ്. അടുത്തതായിട്ട് പറയുന്ന റീസൺ, ന്യൂ യൂട്യൂബേഴ്സിൽ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്നൊരു കാര്യമാണ്. അവർ ഒരുപാട് ഷോർട്സ് വീഡിയോസ് ചെയ്യുന്നുണ്ടാകും, പക്ഷേ ഷോർട്സിൽ നിന്ന് കിട്ടുന്ന ആ വാച്ച് ടൈം പബ്ലിക് വാച്ച് ടൈമിലേക്ക് ആഡ് ആകുന്നതല്ല. ഷോർട്സിൽ നിന്ന് കിട്ടുന്ന വാച്ച് ടൈം എന്ന് പറയുമ്പോൾ ഷോർട്സ് ഫീഡിലൂടെ ലഭിക്കുന്ന വാച്ച് ടൈമാണ് ആഡ് ആകാത്തത്. നമ്മുടെ ബ്രൗസ് ഫീച്ചേഴ്സ് മറ്റുള്ള രീതിയിൽ നമ്മുടെ ചാനലിൽ കയറി ഒരാൾ ഷോർട്സ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വാച്ച് ടൈം പബ്ലിക് വാച്ച് ടൈമിലേക്ക് ആഡ് ആകുന്നതാണ്. പക്ഷെ അങ്ങനെ കിട്ടുന്ന വ്യൂസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഷോർട്സ് ഫീഡിലൂടെയാണല്ലോ നമ്മുടെ ഷോർട്സ് വൈറലാകുന്നത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വാച്ച് ടൈം ഒരിക്കലും പബ്ലിക് വാച്ച് ടൈമിലേക്ക് ആഡ് ആകുന്നതല്ല. അത് യൂട്യൂബിൻ്റെ അടുത്ത 2 ക്രൈറ്റീരിയ നിങ്ങൾക്ക് കാണാം. ഷോർട്സ് വ്യൂസിലേക്ക് ആഡ് ആകും, പക്ഷേ പബ്ലിക് വാച്ച് ടൈമിലേക്ക് ആഡ് ആകുന്നതല്ല. നിങ്ങൾ അനലിറ്റിക്സ് എടുത്തിട്ട് ഒരു പക്ഷേ ലാസ്റ്റ് 365 വാച്ച് ടൈം എടുത്ത് നോക്കുമ്പോൾ അതിലൊക്കെ ഈ ഒരു വാച്ച് ടൈം ഇൻക്ലൂഡ് ആകും. പക്ഷേ അതൊരിക്കലും മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിലേക്ക് ആഡ് ആകുന്നതല്ല. ഇതുകൂടാതെ ചിലരുടെയൊക്കെ വാച്ച് ടൈം കുറയുന്നൊരു റീസണാണ് അവർ തന്നെ അവരുടെ വീഡിയോ ഇരുന്ന് കാണുക. ഇപ്പം ഞാനൊക്കെ ചാനൽ തുടങ്ങിയ സമയത്ത് ചാനൽ പബ്ലിക് ആക്കുന്നതിൻ്റെ സമയം അല്ലെങ്കിൽ ആ ഒരു പബ്ലിക് ആയി കഴിഞ്ഞാൽ ഒരുപാട് തവണ ഞാൻ തന്നെ കണ്ടിട്ടുണ്ടാകും. 20-25 തവണയൊക്കെ ഒരു പക്ഷേ എൻ്റെ മൊബൈലിൽ തന്നെ ഞാൻ പണ്ട് കാണലുണ്ട് ആ മുഴുവൻ സമയം. കാരണം നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കത് ബോറടി, നമ്മളെ തന്നെയാണല്ലോ കാണുന്നത്, നമ്മൾ എഡിറ്റ് ചെയ്തത് ശരിയാണോ അല്ലെങ്കിൽ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി യൂട്യൂബിൽ എങ്ങനെയാണ് നമ്മളെ വീഡിയോ പ്ലേ ആകുന്നത് എന്ന് കാണാനുള്ളൊരു കൗതുകം കൊണ്ട് നമ്മൾ തന്നെ ഇരുന്ന് കാണും. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വ്യൂസ് അല്ലെങ്കിൽ വാച്ച് ടൈമൊക്കെ ആ ഒരു സമയത്ത് ഒരു പക്ഷേ ആഡ് ആയേക്കാം. പിന്നീട് യൂട്യൂബ് അത് സ്പാം ആക്കി കുറക്കുന്നുണ്ടാകും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ വാച്ച് ടൈം കുറയാൻ ചാൻസ് ഉണ്ട്. ചെറിയ ചാനലൊക്കെ ആകുമ്പോൾ വളരെ വലിയ രീതിയിൽ അത് എഫക്റ്റ് ചെയ്യുന്ന പോലെ തോന്നും. കുറച്ച് സബ്സ്ക്രൈബേഴ്സും വ്യൂസൊക്കെ ആയ ചാനലാണെങ്കിൽ ഒരു പക്ഷേ അത് കുറയുന്നത് അറിയില്ല. പക്ഷേ നിങ്ങൾ ഒരു കൂട്ടം ആളുകൾ, ഇപ്പോൾ അറിയാമല്ലോ പലരും ഈ ഒരു ടാസ്ക് ഒക്കെ ചെയ്യുന്നവരുണ്ട്, പരസ്പരം വീഡിയോസൊക്കെ കാണുന്നവർ. അപ്പോൾ ഒരേ ആംഗിളിൽ ഇങ്ങനെ ഒരു വ്യൂസ് അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് വരിക എന്നുള്ള രീതിയിൽ വരുമ്പോൾ യൂട്യൂബ് സ്പാം ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു പോയിന്റ് ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. നിങ്ങൾ ന്യൂ യൂട്യൂബേഴ്സ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പരസ്പരം നിങ്ങൾ വീഡിയോസ് വാച്ച് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ അത് സ്പാം ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിനെക്കുറിച്ച് കൂടുതൽ പറയുമ്പോൾ ഒരുപാട് ടൈം കൂടുതലാകും, മറ്റൊരു വീഡിയോയിൽ പറയാം. പക്ഷെ എന്തായാലും ഈ ഒരു കാരണം കൊണ്ടും നമ്മുടെ വാച്ച് ടൈം കുറയുന്നതാണ്. ഇതുകൂടാതെ നമ്മുടെ വാച്ച് ടൈം കുറയുന്ന മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് യൂട്യൂബിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് വരാം. നമ്മൾ ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ കൂടി നമ്മുടെ വാച്ച് ടൈം ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ വ്യൂസ് അതിലേക്ക് ആഡ് ആയിട്ടുണ്ടാവില്ല, അതല്ലെങ്കിൽ ആഡ് ആയത് കുറഞ്ഞ് കാണിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അത് യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന മിസ്റ്റേക്കാണ്. അങ്ങനെ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്കാണെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബ് അത് ദിവസങ്ങൾക്കുള്ളിൽ സോൾവ് ചെയ്ത് നമുക്ക് തിരിച്ച് തരുന്നതാണ്. യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്ക് കൊണ്ട് നിങ്ങളുടെ വാച്ച് ടൈം കുറഞ്ഞെങ്കിൽ ഒരിക്കലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. യൂട്യൂബ് അത് എത്രയും വേഗത്തിൽ സോൾവ് ചെയ്ത് ആ വാച്ച് ടൈം തിരിച്ചു നൽകുന്നതാണ്. ഈ ഒരു പ്രശ്നം യൂട്യൂബിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. ആ ഒരു രീതിയിലും നിങ്ങളുടെ വാച്ച് ടൈം കുറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം.
ഇത് കൂടാതെ ചില ന്യൂ യൂട്യൂബേഴ്സിന് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് അവർക്ക് വളരെ സ്ലോ റണ്ണിങ് ആയിരിക്കും, വീഡിയോക്ക് വ്യൂസ് ഒന്നും വരുന്നുണ്ടാകില്ല. അങ്ങനെയുള്ളവർക്ക് വാച്ച് ടൈം അപ്ഡേറ്റ് ആകാൻ ദിവസങ്ങൾ എടുക്കാറുണ്ട്. ഈ ഒരു പ്രോബ്ലം ചിലർക്ക് വരാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വാച്ച് ടൈം കുറഞ്ഞ് കാണാൻ അല്ലെങ്കിൽ സ്റ്റക്കായിട്ട് നിൽക്കാനും വാച്ച് ടൈം ഇങ്ങനെ കുറഞ്ഞ് വരുന്നതിനും കാരണമായിട്ട് പൊതുവേ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.